So welcome back to the channel. So നമുക്കിനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം അതായത് CST 206 ലാസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്, അതായത് ക്ലാസിക്കൽ പ്രോബ്ലംസ് ഓഫ് സിങ്ക്രണൈസേഷൻ. നമുക്ക് മൊത്തത്തിൽ 3 പ്രോബ്ലംസ് ആണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം, ദ ബൗണ്ടഡ് ബഫർ പ്രോബ്ലം. കൺസിഡർ 2 പ്രോസസ്സസ് നെയിംഡ് ആസ് പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ. രണ്ട് പ്രോസസ്സ് കൺസിഡർ ചെയ്യുക, ഒന്ന് പ്രൊഡ്യൂസർ ഒന്ന് കൺസ്യൂമർ. A producer process produces the information that is consumed by the consumer process. Producer process information produce ചെയ്യും, അത് consumer process വന്ന് consume ചെയ്യും. A shared buffer that can be filled by the producer and emptied by the consumer. A producer can produce one item while the consumer is consuming another item. ഒരു പ്രൊഡ്യൂസർ ഒരു ഐറ്റത്തെ പ്രൊഡ്യൂസ് ചെയ്താൽ കൺസ്യൂമർ എന്ത് ചെയ്യും, വേറൊരു ഐറ്റത്തെ കൺസ്യൂം ചെയ്യുകയും ചെയ്യും. ദ പ്രൊഡ്യൂസർ ആൻഡ് കൺസ്യൂമർ മസ്റ്റ് ബി സിങ്ക്രണൈസ്ഡ്. പ്രൊഡ്യൂസറും കൺസ്യൂമർ എന്തായിരിക്കണം, സിങ്ക്രണൈസ്ഡ് ആയിരിക്കണം. ഇവിടെ രണ്ട് ടൈപ്പ് ബഫേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത് ബൗണ്ടഡ് ബഫർ പ്രോബ്ലത്തിൽ, അൺബൗണ്ടഡ് ബഫറും ബൗണ്ടഡ് ബഫറും. അൺബൗണ്ടഡ് ബഫർ എന്ന് പറഞ്ഞാൽ വേരിയബിൾ സൈസ് ബഫറാണ്, ബൗണ്ടഡ് ബഫർ എന്ന് പറഞ്ഞാൽ ഫിക്സഡ് സൈസ് ബഫറാണ്. The producer and consumer processes share the following data structures. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡേറ്റ സ്ട്രക്ചേഴ്സ് ആണ് മെയിൻലി ഈ പ്രൊഡ്യൂസർ കൺസ്യൂമർ പ്രോസസ്സ് ഷെയർ ചെയ്യുന്നത്. അതായത് int n, semaphore mutex equal to 1, semaphore empty is equal to n, semaphore full equal to 0. We assume that the pool consists of n buffers. അതാണ് int n എന്ന് കൊടുത്തത്. നമ്മൾ അസ്യൂം ചെയ്യുകയാണ് പൂളിൽ n ബഫേഴ്സ് ഉണ്ടെന്ന്, each capable of holding one item. The mutex semaphore provides a mutual exclusion for accessing to the buffer pool and is initialized to the value 1. So നമ്മൾ mutex semaphore mutual exclusion provide ചെയ്യും, എന്തിനാണ്, for accessing the buffer pool. ബഫർ പൂൾ ആക്സസ് ചെയ്യാനും ബഫർ പൂളിനെ ഇനിഷ്യലൈസ് ടു 1 ആക്കാൻ, അതാണ് mutex equal to 1 എന്ന് കൊടുത്തിരിക്കുന്നത്. The empty and full semaphore count the number of empty and full buffers. The semaphore empty is initialized to the value n. Semaphore empty എന്ത് ചെയ്യും, initialized to 1. അതേപോലെ semaphore full എന്ത് ചെയ്യും, initialized to 0 ആയിരിക്കും. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ ഓഫ് ദ പ്രൊഡ്യൂസർ പ്രോസസ്സ്. പ്രൊഡ്യൂസർ പ്രോസസ്സിൻ്റെ സ്ട്രക്ചറാണ്. ഇവിടുത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡു കൊടുത്ത് നമ്മൾ തുടങ്ങുമ്പോൾ വെയിറ്റ് എംറ്റി ആയിരിക്കും. വെയിറ്റ് എംറ്റി ആണെന്ന് അവിടെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പ്രൊഡ്യൂസർ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യുന്നതാണ്. വെയിറ്റ് മ്യൂടെക്സ് വെയിറ്റ് എം ടി. ഇവിടെ വരുമ്പോൾ സിഗ്നൽ മ്യൂടെക്സ് സിഗ്നൽ ഫുൾ എന്ന് കൊടുത്തിരിക്കുന്നുണ്ടോ, അതാണ് ഇവിടുത്തെ ചേഞ്ച് വരുന്ന നോക്കി. ഇനി ഇതാണ് സ്ട്രക്ചർ ഓഫ് കൺസ്യൂമർ പ്രോസസ്സ്. കൺസ്യൂമർ പ്രോസസ്സിൽ വെയിറ്റ് എന്താവും, ഫുള്ളാവും. അതേപോലെ സിഗ്നൽ മ്യൂടെക്സ് ആവും. അതായത് വെയിറ്റ് ഫുള്ളാവെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ എന്താണ്, വെയിറ്റ് ചെയ്യുകയല്ല, പ്രൊഡ്യൂസർ എൻട്രി ആയി. അതേപോലെ കൺസ്യൂമർ വെയിറ്റ് ചെയ്യായിരിക്കും ആ സമയത്ത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പ്രോബ്ലം ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം ആണ്. എന്താണ് ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം എന്ന് നോക്കാം. കൺസിഡർ 5 philosophers who spend their lives thinking and eating. കൺസിഡർ ചെയ്യുക 5 ഫിലോസഫേഴ്സ് ഉണ്ട്. അവരുടെ ജീവിതം ചിന്തിച്ചും തിന്നുമാണ് ജീവിക്കുന്നത്. ഓക്കെ, ചിന്തിച്ചും തിന്നും, അതായത് they spend their lives thinking and eating. അവർ ജസ്റ്റ് തിങ്ക് ചെയ്യുക, ചിന്തിക്കുക, തിന്നുക, ഈ 2 ജോലി മാത്രമാണ് അവർ മെയിൻലി അവരുടെ ജീവിതത്തിൽ നയിക്കുന്നത്. ദ ഫിലോസഫേഴ്സ് ഷെയർ എ സർക്കുലർ ടേബിൾ സറൗണ്ടഡ് ബൈ 5 ചെയേഴ്സ്. അപ്പോൾ ഈ ഫിലോസഫേഴ്സ് ഒരു സർക്കുലർ ടേബിളായിട്ട് ഇരിക്കുന്നത്, അവിടെ മൊത്തം 5 ചെയേഴ്സ് ഉണ്ട്. ഒരു സർക്കുലർ ടേബിളാണ് ഈ പടത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു സർക്കുലർ ടേബിളാണ്. മൊത്തം 5 ചെയേഴ്സും ഉണ്ട്. ഈച്ച് ബിലോങ്ങിങ് ടു 1 ഫിലോസഫർ. നമ്മൾ പറഞ്ഞു മൊത്തം 5 ഫിലോസഫേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ 5 ചെയറും 5 ഫിലോസഫേഴ്സിന് വേണ്ടി ഓരോ ഫിലോസഫറിന് കൊടുത്തിട്ടുണ്ട്. ഇൻ ദ സെൻറ്റർ ഓഫ് ദ ടേബിൾ ഈസ് എ ബൗൾ ഓഫ് റൈസ്. ഈ പടത്തിൽ നോക്കി, ഈ ടേബിളിൻ്റെ നടുക്കായിട്ട് ഒരു ബൗൾ ഓഫ് റൈസ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ദ ടേബിൾ ഈസ് ലെയ്ഡ് വിത്ത് 5 സിംഗിൾ ചോപ്സ്റ്റിക്. അതേപോലെ ഈ ടേബിളിൽ 5 സിംഗിൾ ചോപ്സ്റ്റിക്സ് ഉണ്ട്. 1 2 3 4 5 സിംഗിൾ ചോപ്സ്റ്റിക്സ് അറിയാലോ, നമ്മുടെ ഫോർക്ക് പോലത്തെ ഒരു സാധനം ചോപ്സ്റ്റിക്ക്, കഴിക്കാൻ വേണ്ടി യൂസ് ചെയ്യണം. 5 സിംഗിൾ ചോപ്സ്റ്റിക്സും കൊടുത്തിട്ടുണ്ട്. When a philosopher thinks, he or she does not interact with his or her colleagues. For time to time, a philosopher gets hungry and tries to pick up the 2 chopsticks that are closest to his or her. അതായത് ഒരു ഫിലോസഫർ തിങ്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ തൊട്ടടുത്തുള്ള ഫിലോസഫർ അത് ഇൻട്രാക്റ്റ് ഒന്നും ചെയ്യാൻ പോകത്തില്ല. അതിന് പകരം കുറേ ടൈം കഴിയുന്ന സമയത്ത് ഈ ഫിലോസഫറിന് ചിന്തിച്ച് കഴിയുമ്പോൾ വിശക്കുമ്പോൾ ഈ ഫിലോസഫറിൽ ഒരാൾ 2 ചോപ്സ്റ്റിക്സ് എടുക്കും. 2 ചോപ്സ്റ്റിക്ക് എടുക്കും. അതായത് ഇയാളാണ് വിശക്കുന്നതെങ്കിൽ ഇയാൾ ഈ ചോപ്സ്റ്റിക്കും എടുക്കും, ഈ ചോപ്സ്റ്റിക്കും എടുക്കും.
അതാണ് പറയുന്നത്. എ ഫിലോസഫർ മേ പിക്ക് അപ്പ് ഓൺലി വൺ ചോപ്സ്റ്റിക്ക് അറ്റ് എ ടൈം. പക്ഷേ ഒരു ഫിലോസഫറിന് ഒരു ചോപ്സ്റ്റിക്ക് അറ്റ് എ ടൈം എടുക്കാൻ പറ്റുള്ളൂ. ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം പ്രകാരം ഒരു ചോപ്സ്റ്റിക്ക് മാത്രമേ അറ്റ് എ ടൈം എടുക്കാൻ പാടുള്ളൂ. ഒബ്വിയസ്ലി ഹി ഓർ ഷീ കനോട്ട് പിക്ക് അപ്പ് എ ചോപ്സ്റ്റിക്ക് ദാറ്റ് ഈസ് ഓൾറെഡി ഇൻ ദ ഹാൻഡ് ഓഫ് ദ നെയ്ബർ. അതായത് ഇത് ഇയാളുടേതാണ്, ഇയാളുടെ ചോപ്സ്റ്റിക്കാണ് ഇത്, ഇയാളുടെ ചോപ്സ്റ്റിക്കാണ് ഇത് ഒരിക്കലും ഇയാൾക്ക് നൈബറിൻ്റെ ചോപ്സ്റ്റിക്ക് എടുക്കാൻ പറ്റത്തില്ല. പക്ഷെ രണ്ട് ചോപ്സ്റ്റിക്ക് ഉണ്ടെങ്കിൽ റൈസ് കഴിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ ഇയാൾക്ക് ഒരു ചോപ്സ്റ്റിക്കേ ഉള്ളൂ, ഒരു ചോപ്സ്റ്റിക്ക് അറ്റ് എ ടൈം എടുക്കാനും പറ്റത്തുള്ളൂ. When a hungry philosopher has both his or her chopsticks at the same time, he or she eats without releasing the chopsticks. When he or she is finished eating, he or she puts down both the chopsticks and started thinking. So അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിലോസഫർ എന്ത് ചെയ്യും, നൈബറിൻ്റെ ചോപ്സ്റ്റിക്കും കൂടി എടുത്ത്, അതായത് 2 ചോപ്സ്റ്റിക്ക് ഉപയോഗിച്ച് ഈറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ഈറ്റിംഗ് ആ ടു ചോപ്സ്റ്റിക്സും എന്ത് ചെയ്യും, റിലീസ് ചെയ്യും. എന്നിട്ട് വേണം നൈബർ, അതായത് അടുത്ത ആൾക്ക് എന്ത് ചെയ്യാം, ആ ചോപ്സ്റ്റിക്ക് വെച്ച് കഴിക്കാൻ. മനസ്സിലായോ? ഇതാണ് ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം പറയുന്നത്. ദ ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം ഈസ് കൺസിഡർ എ ക്ലാസിക് സിങ്ക്രണൈസേഷൻ പ്രോബ്ലം. ഒരു ക്ലാസിക് സിങ്ക്രണൈസേഷൻ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളാണ് ഈ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം. ഇറ്റ് ഈസ് എ സിമ്പിൾ റിപ്രസെൻറ്റേഷൻ ഓഫ് ദ നീഡ് ടു അലോക്കേറ്റ് സെവറൽ റിസോഴ്സസ് എമംഗ് സെവറൽ പ്രോസസ് ഇൻ എ ഡെഡ് ലോക്ക് ഫ്രീ ആൻഡ് സ്റ്റാർവേഷൻ ഫ്രീ മാനർ. അതായത് ഡെഡ് ലോക്ക് ഫ്രീ ആയിട്ടും സ്റ്റാർവേഷൻ ഫ്രീ മാനറായിട്ടും എങ്ങനെ നമുക്ക് റിസോഴ്സസ് അലോക്കേറ്റ് ചെയ്യാം, അതിൻ്റെ നീഡും സെവറൽ പ്രോസസ്സിന് എങ്ങനെ അലോക്കേഷൻ നടത്താൻ ഒരു സിമ്പിൾ റിപ്രസെൻറ്റേഷനാണ് ഈ ഒരു ഡൈനിങ് ഫിലോസഫർ വഴി കാണിക്കുന്നത്. വൺ സിമ്പിൾ സൊല്യൂഷൻ ഈസ് ടു റിപ്രസെൻറ്റ് ഈച്ച് ചോപ്സ്റ്റിക് വിത്ത് എ സെമഫോർ. എ ഫിലോസഫർ ട്രൈസ് ടു ഗ്രാബ് എ ചോപ്സ്റ്റിക് ബൈ എക്സിക്യൂട്ടിംഗ് എ വെയിറ്റ് ഓപ്പറേഷൻ ഓൺ ദാറ്റ് സെമഫോർ. അപ്പോൾ വളരെ സിമ്പിളായിട്ടൊരു സൊല്യൂഷനായി ഈ പ്രോബ്ലത്തിനുള്ള ഒരു ചോപ്സ്റ്റിക്ക് വിത്ത് എ സെമഫോർ റിപ്രസെൻറ്റ് ചെയ്താൽ മതി. ഓക്കെ, അതായത് ഒരു ഫിലോസഫർ ഒരു ചോപ്സ്റ്റിക്ക് എടുക്കുമ്പോൾ ബൈ എക്സിക്യൂട്ടിംഗ് എ വെയിറ്റ് ഓപ്പറേഷൻ കൊടുക്കണം ആ സെമഫറിൽ. ഷീ റിലീസസ് ഹർ ചോപ്സ്റ്റിക് ബൈ എക്സിക്യൂട്ടിംഗ് ദ സിഗ്നൽ ഓപ്പറേഷൻ. സിഗ്നൽ ഓപ്പറേഷൻ വെച്ച് അവൾ എന്ത് ചെയ്യും, ചോപ്സ്റ്റിക്ക് റിലീസ് ചെയ്യും ഓൺ ദ അപ്രോപ്രിയേറ്റ് സെമഫർ. നോക്കേ, ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം P1 എന്ന് പറഞ്ഞൊരു പ്രോസസ്സാണെന്ന് വിചാരിക്കുക, P2 ഒരു പ്രോസസ്സ്, P3, P4, P5 അങ്ങനെ നമുക്ക് 5 പ്രോസസ്സും ഉണ്ട്, 5 ചോപ്സ്റ്റിക്കും ഉണ്ട്. ഇപ്പോൾ P1 ഒരു ചോപ്സ്റ്റിക്ക് എടുക്കുന്ന സമയത്ത് വെയിറ്റ് ഓപ്പറേഷൻ പ്രൊഡ്യൂസ് ചെയ്യുക. ആ സമയത്ത് P2 എന്ത് ചെയ്യുക, സിഗ്നൽ ഓപ്പറേഷൻ, അതാണ് പറയുന്നത്. നോക്ക്, ആ സമയത്ത് ഷീ റിലീസസ് ഹർ ചോപ്സ്റ്റിക് ബൈ എക്സിക്യൂട്ടിംഗ്. അപ്പോൾ P2 എന്ത് ചെയ്യണം, സിഗ്നൽ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്ത് അത് അടുത്ത സ്റ്റോപ്പിക്ക് റിലേ എന്നാലേ P1 എടുക്കാൻ പറ്റും. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഡൈനിങ് ഫിലോസഫർ പ്രോബ്ലം വർക്ക് ചെയ്യുന്നത്. ദാസ് ഷെയർ ഡേറ്റ ആ സെമഫോർ ചോപ്സ്റ്റിക്. അപ്പോൾ ഇവിടെ ഷെയർ ചെയ്യുന്ന ഡേറ്റ എന്താണ്, സെമഫോർ ചോപ്സ്റ്റിക് ആണ്. ഈ കൊടുത്തിരിക്കുന്നതാണ് എന്ത്, സ്ട്രക്ചർ ഓഫ് ദ ഫിലോസഫർ. ചോപ്സ്റ്റിക്കിൻ്റെ ഇതാണ് നമ്മൾ സിൻടാക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഡൈനിങ് ഫിലോസഫേഴ്സ് പ്രോബ്ലം ഡെഡ്ലോക്ക്. Suppose that all the 5 philosophers become hungry at the same time and each grabs her left chopstick. ഇപ്പോൾ 5 പേർക്ക് ഒരേ ടൈം വിശന്നെന്ന് വിചാരിച്ചു. ആ സമയത്ത് തൊട്ടടുത്തിരുന്ന ചോപ്സ്റ്റിക്ക് എടുത്ത് കഴിക്കുമെന്ന് വിചാരിച്ചു. All the elements of the chopstick will now be equal to 0 ആയിരിക്കും. When each philosopher tries to grab her right chopstick, she will be delayed forever. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കഴിക്കില്ല. അപ്പോൾ അയാൾ കഴിച്ച് തീർന്നാൽ അയാൾ റിലീസ് ചെയ്താൽ, അതായത് ചോപ്സ്റ്റിക്ക് റിലീസ് ചെയ്താൽ ഒരാൾക്ക് മറ്റേത് വെച്ച് കഴിക്കാൻ പറ്റും. സോ അവിടെ ഒരു ഡിലേ സംഭവിക്കുന്നുണ്ട്. ഇതാണ് ഡെഡ് ലോക്ക് പ്രോബ്ലം. ഓക്കെ, ഇതിനുള്ള റെമഡി ടു ദ ഡെഡ് ലോക്ക് പ്രോബ്ലമാണ് ഈ താഴെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് എന്താണ് ഡെഡ് ലോക്ക് എന്ന് നമുക്ക് പിന്നെ പഠിക്കാം. നമുക്കിനി നെക്സ്റ്റ് പ്രോബ്ലം നോക്കാം. എന്താണ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം? എന്താണ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം? എ ഡേറ്റ സെറ്റ് ഈസ് ഷെയർഡ് എമംഗ് എ നമ്പർ ഓഫ് കൺകറന്റ് പ്രോസസ്. ഒരു നമ്പർ ഓഫ് കൺകറന്റ് പ്രോസസ്സിൻ്റെ ഇടയിൽ ഒരു ഡേറ്റ സെറ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അതിൽ റീഡേഴ്സും ഉണ്ട്, റൈറ്റേഴ്സും ഉണ്ട്. റീഡേഴ്സ് എന്ന് പറഞ്ഞാൽ ഓൺലി റീഡ് ദ ഡേറ്റ സെറ്റും ദേ ഡു നോട്ട് പെർഫോം എനി അപ്ഡേറ്റ്. റീഡേഴ്സ് ഡേറ്റ സെറ്റ് റീഡ് ചെയ്യുക മാത്രമേ ചെയ്യുള്ളൂ, വേറെ ഒരു അപ്ഡേഷനോ ഒരു കാര്യവും പെർഫോം ചെയ്യത്തില്ല. റൈറ്റേഴ്സ് ആണെങ്കിൽ റീഡും ചെയ്യും റൈറ്റും ചെയ്യും. ഓക്കെ, ഇഫ് 2 readers access the shared data simultaneously, no adverse effects will result. അതായത് ഇപ്പോൾ 2 റീഡേഴ്സ് ഒരേപോലെ ഷെയർ ഡേറ്റ സൈമൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യുകയാണെങ്കിൽ അവിടെ പ്രത്യേകിച്ച് ഒരു എഫക്റ്റ് റിസൾട്ട് ചെയ്യത്തില്ല. ഇഫ് എ റൈറ്റർ ആൻഡ് സം അതർ പ്രോസസ് either reader or a writer access the database simultaneously. ഇപ്പോൾ ഒരു റൈറ്റർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പ്രോസസ്സ് ഡേറ്റാബേസ് ആക്സസ് ചെയ്യാണ് സൈമൾട്ടേനിയസ്ലി ആണെങ്കിൽ അവിടെ ഒരു അഡ്വേഴ്സ് എഫക്റ്റ് റിസൾട്ട് ആവും. ആ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ allow multiple readers to read at a same time. Only one single writer can access the shared data at the same time. അവിടെ ഉണ്ടാകുന്ന പ്രോബ്ലം എന്താണ്, ഒരു സിംഗിൾ റൈറ്ററിന് അറ്റ് എ ടൈം
ഒന്നേ ആക്സസ് ചെയ്യാൻ പറ്റും. ഓൺലി വൺ സിംഗിൾ റൈറ്റർ ക്യാൻ ആക്സസ് ദ ഷെയർ ഡേറ്റ അറ്റ് എ സെയിം ടൈം. ഓക്കെ, ഷെയർ ഡേറ്റ ഇവിടെ ഷെയർ ചെയ്യുന്ന ഡേറ്റ എന്നാൽ ഡേറ്റ സെറ്റ് സെമഫർ initialized to 1, initialized to mutex initialized to 1, read count initialized to 0. Semaphore mutex and read write mutex are initialized to 1, read count is initialized to 0 ആണ്. Semaphore read write mutex is common to both reader and writer process. The mutex semaphore is used to ensure the mutual exclusion when the variable read count is updated. Read count update ആവുമ്പോൾ ensure ചെയ്യാൻ വേണ്ടിയാണ് mutual exclusion semaphore യൂസ് ചെയ്യുന്നത്. Read count variable keeps track of how many processes are currently reading the object. Read count variable ആണ് ഇത് പറയുന്നത് എത്ര കറൻ്റ്ലി ഇപ്പോൾ എത്ര ഒബ്ജക്ട്സ് റീഡ് ചെയ്തു എന്ന് കറൻ്റിൽ എത്ര കൗണ്ട് പറയുന്നത് റീഡ് കൗണ്ട് വേരിയബിൾ ആണ്. റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചറാണ് ഇത്. റൈറ്റേഴ്സ് പ്രോബ്ലത്തിൻ്റെ സ്ട്രക്ചറാണ് ഇവിടെ നോക്കിയാൽ വെയിറ്റ് RW മ്യൂടെക്സ് റൈറ്റിംഗ് പെർഫോം ചെയ്യുമ്പോൾ കൊടുക്കുന്നതാണ്. സിഗ്നൽ RW മ്യൂടെക്സ് എന്ന് പറഞ്ഞാൽ റൈറ്റിംഗ് പെർഫോം ചെയ്ത് കഴിഞ്ഞു. സ്ട്രക്ചർ ഓഫ് റീഡർ പ്രോസസ് ആണ് നോക്കിയേ. വെയിറ്റ് മ്യൂടെക്സ് റീഡ് കൗണ്ട് പ്ലസ് അത് ഇൻക്രിമെൻ്റ് ആയി. ഇഫ് റീഡ് കൗണ്ട് ഈക്വൽ ടു 1 വെയിറ്റ് RW മ്യൂടെക്സ് സിഗ്നൽ മ്യൂടെക്സ് അതെല്ലാം അവിടെ റീഡ് ഓപ്പറേഷൻ റീഡ് പ്രോസസ്സ് പെർഫോം ചെയ്യാണ് റീഡിംഗ് പെർഫോം ചെയ്യണം. അതേപോലെ വെയിറ്റ് മ്യൂടെക്സ് റീഡ് കൗണ്ട് മൈനസ് ഇഫ് റീഡ് കൗണ്ട് ഈക്വൽ ടു 0 പറയുമ്പോൾ സിഗ്നൽ RW മ്യൂടെക്സ് സിഗ്നൽ മ്യൂടെക്സ് വൈൽ ട്രൂ. ഓക്കെ, ഇതാണ് മെയിൻലി വരുന്ന സ്ട്രക്ചർ ഓഫ് എ റീഡർ പ്രോസസ്. ഇത് സ്ട്രക്ചർ ഓഫ് എ റൈറ്റർ പ്രോസസ്. മനസ്സിലായോ? ഇതാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്ന ഒരു ടോപ്പിക്ക്. സോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഫോർ മോർ വീഡിയോസ് സ്റ്റേ ട്യൂൺ ഇൻ അവർ ചാനൽ. താങ്ക് യു.